ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പം നമുക്കിന്ന് നാടൻ ചീരത്തോരൻ ഉണ്ടാക്കാം അല്ലേ? അതിന് ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടായ ചീരയാണ് കേട്ടോ, ചുവപ്പ് ചീര. അപ്പോൾ അത് കുറച്ചെടുത്തിട്ടുണ്ട്. നല്ല പോലെ തന്നെ വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് ചെറുതാക്കി ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് നാളികേരം, പിന്നെ 3 പച്ചമുളക്, കുറച്ച് ചുമന്നുള്ളി, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചീരക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ചമ്മന്തി അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചീരയില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ച് നല്ല പോലെ തന്നെ ചീരയും ചമ്മന്തിയും കൂടി ഒന്ന് തിരുമ്പി യോജിപ്പിക്കണം കേട്ടോ. അപ്പോൾ നല്ല പോലെ തന്നെ ഞാൻ തിരുമ്പിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായപ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് കടുക് നല്ല പോലെ തന്നെ പൊട്ടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെടുത്ത് വെച്ച ചീര അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റോളം ഞാൻ നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട്. ഏകദേശം ഒരു 3 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് അടച്ച് മൂടി വെക്കുന്നുണ്ട്. 1 മിനിറ്റോളം ഞാൻ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തുറന്ന് നോക്കിയപ്പോൾ നമ്മളെ ചീരത്തോരൻ നല്ല ഇതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. വെന്ത് ഉടഞ്ഞു ഒന്നും പോയിട്ടില്ല, കുഴഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം അല്ലേ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീരത്തോരനാണ്, ഒട്ടും കുഴഞ്ഞൊന്നും പോയിട്ടില്ല, കണ്ടില്ലേ. അപ്പോൾ ഇനി നിങ്ങൾ വീട്ടിൽ ഇതേപോലെ തന്നെ ചീരയൊക്കെ വാങ്ങുമ്പോൾ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. എന്നെ സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.